PCOD പൂർണ്ണമായി മാറുമോ? എത്ര മന്ത് മെഡിസിൻസ് കഴിക്കണം? PCOD ഉള്ള ആൾക്കാർക്ക് പൊതുവേയുള്ള ഡൗട്ടാണിത്. ഇപ്പോൾ OP യിൽ വരുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ചോദിക്കലുണ്ട്. അപ്പോൾ PCOD ഉള്ളവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരെ പോലെ തന്നെയുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് PCOD. എന്ത് കരുതി ഇത് മാറൂല എന്നല്ല, നമ്മൾ ഡയറ്റും വർക്കൗട്ടും ഹോമിയോപ്പതിക് മെഡിസിൻസിൻ്റെ കൂടെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു 3 മാസം കൊണ്ട് തന്നെ PCODനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് അത് സ്ട്രിക്റ്റ് ആക്ട് ചെയ്യണം, അതിൽ നമ്മൾ ഒരു ഉഴപ്പൊന്നും കാണിക്കരുത്. പിന്നെ PCOD ഓരോ പേഷ്യൻസിനനുസരിച്ചും ഡിഫറെൻ്റ് ആണ്. പലർക്കും അത് ഒബിസിറ്റി ഉള്ളവർക്കും ഉണ്ടായിരിക്കാം, ഫാറ്റി ലിവർ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടാവാം. അതിനൊക്കെ മാനേജ് ചെയ്ത് പോകാനുള്ള ഒരു ചെറിയൊരു സമയം ഉണ്ടായിരിക്കും. കറക്റ്റായിട്ടുള്ള എക്സസൈസും ഡയറ്റും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസും കൂടെ കറക്റ്റ് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ 3 മാസം കൊണ്ട് തന്നെ മാറിയ കേസസുകളും നമുക്കുണ്ട്. എന്ന് കരുതി എല്ലാവർക്കും ഈ 3 മാസത്തിനുള്ളിൽ മാറണം എന്ന് നിർബന്ധമില്ല. അത് ഓരോരുത്തരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ബോഡി ടൈപ്പും ആ PCODന്റെ സിവിയറിറ്റി അനുസരിച്ചിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ 3 മാസം കൊണ്ട് തന്നെ PCOD കൺട്രോൾ ചെയ്തത് മാറിയെന്ന് വെക്കുക, പക്ഷേ എന്നിരുന്നാലും അതിന് റിക്കറൻസി ഉണ്ട്. അതായത് PCOD പിന്നെയും വരാം. ഇതൊരു ലൈഫ് സ്റ്റൈൽ അസുഖമായതുകൊണ്ട് എത്രത്തോളം നിങ്ങൾ ഡയറ്റിലും വർക്കൗട്ടിലും ശ്രദ്ധിക്കുന്നോ അത്രയും PCOD വരാനുള്ള ചാൻസസ് കുറവായിരിക്കും. അപ്പോൾ PCOD ഉള്ള ആൾക്കാരോടാണ് നിങ്ങൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് ട്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കറക്റ്റ് ഡയറ്റും വർക്കൗട്ടും ഫോളോ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്.